തുണിയുടെ കൂമ്പാരത്തിനകത്താണ് ഇരിക്കണത്. ഈശ്വരാ അതാ ഞാൻ ഉണ്ടല്ലോ ഇങ്ങനെ റീലൊക്കെ കണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഈരും പേനൊക്കെ എടുത്തു കൊടുക്കുന്നത്. അതില് ഓരോരുത്തരുടെ തല കണ്ടിട്ട് എന്റെ ദൈവമേ, ലൈക്ക് ഫുൾ ഇങ്ങനെ നിറഞ്ഞ് അങ്ങനെ കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര പാവം തോന്നുക. പക്ഷെ ഇത്രയും പേനും ഈരൊക്കെ ആകുമ്പോൾ നമ്മുടെ തലയിൽ 1-2 പേനൊക്കെ ആകുമ്പോൾ ഈ കുട്ടികളുടെ തലയിൽ, ഇവളുടെ തന്നെ തലയിലുണ്ട് കേട്ടോ, 1-2 ആകുമ്പോൾ തന്നെ എന്തൊരു ചൊറിച്ചിലാണല്ലേ. എന്നിട്ട് അതിന്റെ താഴെ എപ്പോഴും ഇങ്ങനെ കുറെ കോമന്റ്സ് കാണാം കേട്ടോ. ഈ ഇങ്ങനെ പറയും, തള്ളക്കി നോക്കണ്ടേ, അമ്മമാര് നോക്കാഞ്ഞിട്ടാണ് കുട്ടികൾ ഇങ്ങനെ. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു അമ്മ മനഃപൂർവ്വം അങ്ങനെ ചെയ്യൂ, ഒന്നില്ലെങ്കിൽ അവർക്ക് പറ്റാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിത സാഹചര്യം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അമ്മമാരെന്ന കുട്ടികളുടെ തലയിൽ പേനും ഈരൊക്കെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വിട്ട് കളയില്ലല്ലോ. എനിക്കിപ്പോ സത്യം പറഞ്ഞ ഇമ്മയുടെ തലയിൽ പേൻ വന്നപ്പോ ഞാൻ വിചാരിക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോയാലോ, പക്ഷെ അതിന് മാത്രമുള്ളതില്ല. ഞാൻ എല്ലാ ആഴ്ചയിലും ഏറ്റവും കുറഞ്ഞത് 2 to 3 തവണയെങ്കിലും ഈരൂട്ടോ. എന്നിട്ട് പേനിന്റെ മരുന്നിന്റെ ഷാമ്പൂ ഉണ്ടല്ലോ, എനിക്കത് തേപ്പിക്കണം അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് പെയിന് വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് അതും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും ഇമ്മ സ്കൂളിൽ പോയി വരുമ്പോ ഉണ്ടാവും. എനിക്ക് തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ വൃത്തിയുടെ കാര്യം മാത്രമല്ല, പെയിൻ എന്താ വെച്ചാൽ ചിലരുടെ തലയിൽ നല്ലോണം ഉണ്ടാവും. എനിക്കും ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, എന്റെ തലയിൽ നല്ലോണം പെയിൻ ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഇത് തന്നെയാണ് പണി, ഈര. അമ്മയ്ക്ക് എന്നെക്കാട്ടും ഭയങ്കര ഒബ്സഷനാണ്. എന്ന് വെച്ചാൽ തല വൃത്തിയിലിരിക്കണം എന്നുള്ള രീതിയിൽ ആഴ്ചയിലൊരിക്കൽ താളി തേച്ചൊക്കെ കുളിപ്പിച്ചിട്ടും നന്നായിട്ട് നല്ലോണം മുടിയും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും എന്റെ തലയിൽ നന്നായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി എനിക്കിടെ പെയിൻ വരുന്നത് വൃത്തിയുടെ ഇതിൽ മാത്രമല്ല, അതങ്ങ് വരും, നമുക്കത് കളയാന്നുള്ളത് മാത്രമേ ഇതുള്ളൂ. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഫെസിലിറ്റി തൃശ്ശൂർ ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ തൃശ്ശൂര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, എനിക്ക് കുട്ടീനെ കൊണ്ടുപോയാൽ കൊള്ളാന്നുണ്ട്. പേനൊക്കെ കളഞ്ഞു വെച്ചാൽ ഇപ്പൊ ഈര കാണാനുണ്ട്. ഈ ഭാഗത്തൊക്കെയാണ് ഈരുള്ളത്, അപ്പൊ അതുകൊണ്ട് കാണാനുണ്ട്. ഭാഗ്യത്തിന് ഇപ്പൊ എന്റെ തലയിലില്ല. തൃശ്ശൂര് ഇങ്ങനത്തെ വല്ല പാർലേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, ഞാൻ കൊണ്ടുപോയി തലയൊക്കെ ഒന്ന് ആ ചത്ത ഈരിനൊക്കെ എടുത്ത് കളയിപ്പിച്ചാലോ എന്ന് വിചാരിക്കും. കാരണം എനിക്ക് ഇങ്ങനെ എടുത്ത് കളഞ്ഞ് ഫുള്ള് പോകണമൊന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള വിശേഷം പറയട്ടെ, നമ്മൾ എങ്ങനെയാണ് ഇമ്മക്കുട്ടി പോണേ? ഇന്ന് രാത്രി പോവാണ് നമ്മള്. അപ്പൊ പാക്ക് ചെയ്യാൻ ഞാൻ മിക്കവാറും എപ്പോഴും വ്ളോഗ് ചെയ്യുന്നത് പാക്ക് ചെയ്യുന്ന സമയത്താണല്ലേ. മറ്റേതൊക്കെ ഞാൻ ഷോർട്സ് ആണ് ഇപ്പൊ ഇടുന്നത്. അപ്പൊ കുറെ പേർക്ക് പരാതി ഉണ്ട്. പക്ഷെ ഷോർട്സ് എളുപ്പമാണ് ഞാൻ പറയില്ല കേട്ടോ. നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ്, ആക്ച്വലി കൂടുതൽ ബുദ്ധിമുട്ടാണ് ഷോർട്സ് എടുക്കാൻ. കാരണം നമ്മളൊരു ഫുൾ ഡേ 1 മിനിറ്റിനുള്ളിൽ കാണിക്കണ്ടേ, അപ്പൊ അത്ര തന്നെ എഫേർട്ട് ഉണ്ട് നമുക്ക്. പക്ഷെ അതാണ് എല്ലാവർക്കും ഇഷ്ടം ഇപ്പൊ കൂടുതലും. അപ്പൊ അതാ ഞാൻ അങ്ങനത്തെ റെഗുലർ ആയിട്ട് ഷോർട്സ് ആയിട്ട് അങ്ങ് ഇടണത് കേട്ടോ. അങ്ങനെ അപ്പൊ പിന്നെ തിരക്കും ഞാനിങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ തോന്നുകയെ എന്ന് വെച്ചാ ഞാൻ ശരിക്കും പണ്ട് ചെയ്തിരുന്നതിനെക്കാട്ടും കൂടുതൽ ജോലി ഇപ്പൊ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈറ്റാണ്. ഗോവയിലായിരുന്നപ്പോൾ നമ്മൾ വൈകിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പുറത്തു പോവുകയും ഒരു റിലാക്സ്ഡ് ഫീല് പിന്നെ ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഇപ്പം ഏട്ടനുമില്ല. അപ്പോൾ ഞാനും ഇമ്മക്കുട്ടിയും അമ്മയും കൂടിയിട്ട് ഞങ്ങൾ പുറത്തു പോലൊക്കെ ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ ഏട്ട വരുന്ന സമയത്തൊക്കെ പോവാം. ഞാനും അമ്മയും ഇമ്മക്കുട്ടിയും കൂടെ വല്ല സിനിമ അങ്ങനെയൊക്കെ വളരെ കുറവാണ്. എന്നാലും ഗോവയിൽ ഞങ്ങൾ എപ്പോഴും പുറത്തു പോയിരുന്ന അങ്ങനെയൊന്നും പോകണില്ല കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ എൻ്റെ വൈകിട്ട് വരെ പണിയാണ്. പക്ഷെ എന്താണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കൂടിയില്ലേ, അതായത് ഇപ്പൊ ഷോർട്സ്, റീൽസ് എല്ലാം ഉണ്ടല്ലോ, എല്ലാത്തിലും കൂടി ഒരുമിച്ച് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകണ്ടേ. ഇന്ന് സ്കൂളിലുള്ള ദിവസമാണ് കേട്ടോ. ഒരു കുട്ടി ലീവ് എടുത്തിരിക്കണോ? എന്തുകൊണ്ട് അച്ഛൻ പറഞ്ഞ ലീവ് എടുക്ക? ഇത് വൈകിട്ടാണ് പോണത്. റെസ്റ്റ്. അപ്പൊ പിന്നെ ഇമ്മക്കുട്ടിക്ക് ഈ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഒരു തലവേദന ഇതൊക്കെ വരാറുണ്ട്. അപ്പൊ പിന്നെ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്നിപ്പോ ഇത്തിരി റെസ്റ്റ് എടുത്തിട്ട് പോവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നുള്ളത്. പിന്നെ ഇവിടെ പരിസരത്തും എനിക്ക് തോന്നുന്നു എല്ലാവിടെയും മഴയും ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. പനി, ജലദോഷം. അപ്പൊ ഗോവയിൽ പോകണേന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഗോവയിൽ പോണ എന്തിനാ? സോ ഹാപ്പി. എത്ര വർഷത്തെ അധ്വാനാന്നറിയോ. അതെനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ്. ഞാനും ഇമ്മക്കുട്ടിയാണ് ഭയങ്കര എക്സൈറ്റഡ്.
ഏട്ടനെക്കാട്ടും. ഏട്ടന് ലൈക്ക് ഓക്കെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വികാരങ്ങളൊന്നുമില്ല അതിനെക്കുറിച്ച്. പക്ഷെ എനിക്ക് ഭയങ്കര എനിക്ക് കുട്ടിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെന്റും ഒക്കെ ആയിട്ടാണ് ഇരിക്കണത്. അപ്പൊ നമ്മള് 3 ദിവസത്തേക്കല്ലേ പോണേ. അപ്പൊ 2 ദിവസം കൺവൊക്കേഷന് വേണ്ടി പോവും. ഒരു ദിവസം നമ്മൾ അവിടെ എവിടെയെങ്കിലും റിസോർട്ടിൽ നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം ഗോവ റിസോർട്ട് നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബീച്ച്, പക്ഷെ ഇത് പീക്ക് റെയിൻ ടൈമാണ്. ഭയങ്കര മഴയാണ് കേട്ടോ. നമ്മുടെ നാട്ടിനെക്കാട്ടിനൊക്കെ എന്തൊരു മഴയാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ബീച്ചിലേക്ക് വേണമെങ്കിൽ നടന്നു പോകാം. പക്ഷെ എന്നാലും മെയിനായിട്ട് റിസോർട്ടിൽ അതിനെ കുറെ സംഗതികൾ ഒരു ദിവസം അവിടെയും കൂടി നിന്നിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഇപ്പോ. അപ്പൊ ഞാൻ പാക്ക് ചെയ്യട്ടെ. ഇമൂന്റെ ആദ്യം പാക്ക് ചെയ്ത് വെക്കാം. എന്നാലും എടുക്കാൻ പറയില്ലല്ലോ ഇനി. എടുക്കാൻ പറയോ? നടക്കുമ്പോ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇങ്ങനെയാ. അപ്പൊ ഇൻഡിപെൻഡന്റ് അല്ലല്ലോ. ഇമ്മയുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ്. ചെറുപ്പോഴൊക്കെ പറയും ഞാൻ ഭയങ്കര വലുതാണ്, എന്നെ ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ ചെയ്യുന്നു. എന്നിട്ട് നടക്കേണ്ട കാര്യവും എങ്ങടെയെങ്കിലും പോകേണ്ട കാര്യം പെട്ടി പിടിക്കേണ്ട കാര്യമൊക്കെ പറയുമ്പോൾ ഒരു ലിറ്റിൽ ഗേൾ അല്ലേ. ബേബി ഒന്നല്ല. അതിപ്പോ ഇമ്മ ഒരു വലിയ കുട്ടിയായാലും ഒരു 40 years ഒക്കെ ആയാലും അമ്മ ബേബി എന്ന് വിളിക്കുന്നത്. ബേബി ശരിക്കും ബേബി ഒന്നല്ല. 7 years കഴിഞ്ഞ് 8 ആവാറായി. എനിക്ക് പോയി ഇതൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് വരാം. ചേട്ടാ ഞങ്ങള് താഴേന്ന് എന്തൊക്കെയോ പെറുക്കി കൂട്ടി വന്നിട്ടുണ്ട്. എന്നെ ഫോക്കസ് ചെയ്യണം. ഇങ്ങനെ ഫോക്കസ് ചെയ്ത എന്നെ സിനിമാറ്റിക് മൂഡ്. ഓക്കെ, നമുക്ക് ഞാൻ എന്താ ഡ്രസ്സ് ഇടണേന്ന് നോക്കൂ. അയ്യോ ഇത് ഇന്റെ അല്ല കേട്ടോ, ഇത് ഇമ്മക്കുട്ടിയുടെയാണ്. ഉടുപ്പാണ് കേട്ടോ. ഹാൻഡ് പെയിന്റഡ് ആണ്. ഞാൻ ഈ അടുത്തൊരു ഓർഗൻസ സാരിയിൽ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. മാൻസീൻ അങ്ങനത്തെ ഈ ഒരു പേരെങ്ങാനും തെറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താട്ടെ. ഞാൻ എന്തായാലും ലിങ്ക് ഇടാം. ആളുടെ ഇൻസ്റ്റാ സ്റ്റോറാണ്. ആ കുട്ടി വരയ്ക്കണത് എന്ത് രസമല്ലേ. എൻ്റെ സാരിയിൽ ഇതേ കണ്ടോ. എനിക്കൊരു ഹാൻഡ് പെയിന്റഡ് സാരി തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു സോഫ്റ്റ് ഓർഗൻസയിൽ ചെയ്തിട്ടുള്ളതാണ്. മറ്റേത് കുറച്ച് കട്ടിയുള്ള ഓർഗൻസ ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 തരത്തിലുള്ള സ്റ്റൈൽ. ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. ഒന്നും കൊത്തൊന്നുമില്ല. ഭയങ്കര ഒരു ഫ്ലോവി മെറ്റീരിയൽ. അത് പറഞ്ഞു വെച്ച് അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്താണ്. അപ്പൊ ഇതുണ്ട്. ഇനി എന്റെ ഇത് ഓൾട്ടർ ചെയ്യാനുണ്ട്. ബ്ലൗസ് ഓൾട്ടർ ചെയ്യണം. പിന്നെ കുഞ്ഞുവിന്റെ പാൻസ് ഓൾട്ടർ ചെയ്യണം. അല്ലെ കുഞ്ഞുന്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഇമ്മയുടെ ഈ ജീൻസ് കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യണം. ഓൾട്ടർ ചെയ്തില്ലെങ്കിൽ ഇവിടെ ശരിയാക്കാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ശരിയാക്കി നോക്കാം. എലാസ്റ്റിക് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി നോക്കാം. ഇനി ഞാൻ കുറച്ചൊന്ന് തുന്നട്ടെ. അപ്പൊ ഈ ജീൻസ് തുന്നാം. എന്റെ ബ്ലൗസിന്റെ സൈഡ് അടിക്കാനുണ്ട്. ആ സമയത്ത് ഞാൻ പാക്ക് ചെയ്യാം. ഇതാണ് കേട്ടോ ബ്ലൗസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഫിറ്റിംഗ് ആണ്. കുറച്ച് ഓൾട്രേഷൻ വേണ്ടി വന്നു സൈഡില്, പക്ഷെ അത് കുഴപ്പമില്ല. ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോ സെറ്റാണ് കേട്ടോ. എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ നമ്മള് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചിങ് പഠിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ സൈഡ് അടിക്കാനുള്ള സ്റ്റിച്ചിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയവും അതേപോലെ തന്നെ ഇതുണ്ടല്ലോ ഔട്ട്ഫിറ്റിന്റെ പെർഫെക്ഷൻ കുറവ് അത് നമുക്ക് പരിഹരിക്കാം. ഞാൻ പറഞ്ഞ വലിയ ഓൾട്രേഷൻസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതല്ല. ഇപ്പൊ എനിക്ക് ബ്ലൗസ് കണ്ടോ പൊടിക്ക് ലൂസായിരുന്നു. ജസ്റ്റ് 2 സ്റ്റിച്ച് സൈഡിൽ കൊടുത്തതും പക്ക കറക്റ്റ്. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ വേറൊരു ടൈലറുടെ അടുത്ത് പോകാനൊക്കെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് നിൽക്കില്ലല്ലോ. മിക്കവാറും ഞാൻ ഇത് മതി സാരമില്ല അല്ലെങ്കിൽ അതങ്ങനെ വിടും അല്ലേ. അപ്പൊ ഒന്ന് നോക്കി നോക്കൂ. ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 സ്റ്റിച്ച് കൊടുക്കാൻ പാകത്തിനുള്ള ഒന്നുമില്ലടാ, വെറുതെ ഈസിയാണ്. ഒരു 8000 രൂപയുടെ മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ മതിയാവും. എനിക്കറിയാതെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളത്, പക്ഷെ എന്നാലും നമ്മൾ എന്തൊക്കെ അടുക്കളയിലേക്ക് വേണ്ടി മേടിക്കണോ. ഇപ്പൊ എയർ ഫ്രയർ മേടിച്ചാൽ വിലയുണ്ട്, ഓവൻ മേടിക്കുകയാണെങ്കിൽ വിലയുണ്ട്, വാഷിംഗ് മെഷീൻ മേടിക്കാൻ വിലയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കരുതിയാൽ മതി ഇത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ് അടിക്കാൻ പഠിച്ചാണ്ടല്ലോ പക്കയായിരിക്കും. സൂപ്പർ. ഇനിയിപ്പോ ഇമ്മക്കുട്ടിയുടെ ജീൻസ് ഓൾട്ടർ ചെയ്യാം കേട്ടോ. മൂന്റെ ഓൾട്ടർ ചെയ്യുമ്പോഴേക്കും കറണ്ട് പോയിട്ടോ. അപ്പൊ ആ ഗ്യാപ്പില് ഈ ഒരു സംഗതി കാണിച്ചു തരാം. അപ്പൊ ഇതിലാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോണത്. ഇത് ഒരു സെറ്റ് ഓഫ്
ഇങ്ങനെ ഓർഗനൈസേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഇതേപോലെ വേണ്ട ഔട്ട്ഫിറ്റ്സ് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതിൽ 1 2 3 4 5 6 എണ്ണം ഉണ്ട്. ഇതിലാണെങ്കിൽ മേക്കപ്പ് ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ്. ഇത് കുറച്ചും കൂടി വലുതാ, ഇത് അതിലും കുറച്ചുകൂടി വലുതാ, ഇതൊരു വലിയ പൗച്ച് അങ്ങനെ വെക്കാവുന്നതാണ് കേട്ടോ. അത്ര വിലയില്ല, ഒരു 300-400 രൂപയാണ് ഉള്ളത്. ഒരു 5-6 എണ്ണം കിട്ടും. നല്ല ലൈക്ക് ഒതുക്കി വെക്കാൻ പറ്റും കേട്ടോ നമുക്ക്. എനിക്ക് തോന്നുന്നു ഇമ്മൂൻ്റെ വേണ്ടതെല്ലാം ഇതിൽ എടുത്തു വെക്കാന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ്സ് എല്ലാം ഇതിലും ഇമ്മൂൻ്റെ അതേപോലെ ഒരു ചെറിയൊരു റാക്കിൽ ഇങ്ങനെ തന്നെ ഒരു കള്ളിയുണ്ട്, അതിൽ വെച്ചിട്ട് അത് രണ്ടും കൂടി ബാക്ക് പാക്കിൽ വെക്കുക ചെയ്ത. അപ്പൊ നമുക്കത് എടുക്കാൻ നല്ല സൗകര്യമായിരുന്നു കേട്ടോ. എന്നിട്ട് ഇമ്മക്കുട്ടി ഇപ്പൊ ഇങ്ങനെ ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഇടുന്ന ജാക്കറ്റ് BTSന്റെ ആണ്. പക്ഷെ ആദ്യം ഇമ്മക്കുട്ടി വിസമ്മതിച്ചു, ഇടില്ല എന്ന് പറഞ്ഞു. കാരണം ബ്ലാക്ക് പിങ്ക് ഫാൻ അത്ര, അതുകൊണ്ട് BTS ഇടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എന്തായാലും ഞാൻ പുതിയ ജാക്കറ്റ് മേടിക്കില്ല. എനിക്കറിയില്ലായിരുന്നു ഇമ്മ ബ്ലാക്ക് പിങ്ക് ഫാനാ, BTS ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ച. അതൊന്നല്ല കേട്ടോ, ഞാൻ കണ്ടപ്പോൾ നല്ല ഡിസ്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊന്നും അത്ര ശ്രദ്ധിച്ചില്ല, രസമുണ്ട് എന്നുള്ള രീതിയിൽ മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ വേറെ ഈ കണ്ടു. അപ്പൊ ഞാൻ വേറെ ജാക്കറ്റ് മേടിക്കില്ല എന്ന് പറഞ്ഞപ്പോ നിവർത്തിയില്ലാണ്ട് പിന്നെ ഇതന്നെ ഇട്ടു കേട്ടോ. ഇപ്പൊ ഇഷ്ടല്ലേ, ജാക്കറ്റ് ഇഷ്ടായി, പക്ഷെ ഇഷ്ടായി, പക്ഷെ BTS എഴുതിയത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ജീൻസ് ഓൾട്ടർ ചെയ്തു. കുഞ്ഞു ഒന്ന് വേസ്റ്റിന്റെ അവിടെ ഒന്ന് കാണിക്കും. ആയില്ലേ, ഓൾമോസ്റ്റ് ആയില്ലേ. ഒരു പൊടിക്ക് ലൂസ് ഉണ്ടാവും, ഒന്നും കൂടി വേണം. ഭയങ്കര പാടായിരുന്നു ടക്ക് ഇടാനായിട്ട്, ഭയങ്കര എന്താ പറയാ, ഭയങ്കര കട്ടിയായിരുന്നു. അപ്പൊ സെറ്റ് പാക്ക് ചെയ്യാം. അധികം ഔട്ട്ഫിറ്റ്സ് ഒന്നും എടുക്കണില്ല കേട്ടോ, ഇത് നമ്മൾ തന്നെ താങ്ങണ്ടേ. അപ്പൊ അണ്ടർ ഗാർമെന്റ്സ് എല്ലാം കൂടിയിട്ട് ഇതിൽ വെക്കാം കേട്ടോ. അപ്പൊ നല്ല കൺവീനിയന്റ് ആയില്ലേ. അണ്ടർ ഗാർമെന്റ്സ് പക്ക കറക്റ്റ്. ഇതിപ്പോ കുട്ടിക്ക് വേണ്ടിയിട്ട് ജ്വല്ലറി ബോക്സ് ആമസോണിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഞാൻ ലിങ്ക് ഇടാം കേട്ടോ. ഫസ്റ്റ് ഇത് കാണിക്കട്ടെ ബേബി. അപ്പൊ ഇതാ ഇമ്മക്കുട്ടിയുടെ ഡ്രസ്സെല്ലാം ഇതിൽ സെറ്റാണ്. ഇത് മാത്രം ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ കവറിൽ ഇങ്ങനെയാണ് കേട്ടോ വെക്കണേ. എനിക്ക് ഇതിലൊരു കൺഫ്യൂഷനും കാര്യങ്ങളും വേണ്ടല്ലോ. ഇതിങ്ങനെ തേച്ചെടുത്തതാ. ഇത് ഏറ്റവും അടിയിൽ വെക്കാം. പിന്നെ ഇതിന്റെ ഇതും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാ അണ്ടർ ഗാർമെന്റ്സ് ഇതില്, പിന്നെ ഇമ്മക്കുട്ടിയുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മതി അല്ലേ. ഇതാണ് ഇവിടെ എന്തെങ്കിലും ഇതൊക്കെ എന്തെങ്കിലും ആക്സസറീസ് വെക്കാൻ വേണമെങ്കിൽ നെക്ലസ്, ഇയറിങ്സ്, ഇവിടെ റിങ്സ് വെക്കാൻ, ഇവിടെ ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദ ജ്വല്ലറി ബോക്സ്. അപ്പൊ ഞാൻ എൻ്റെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജ്വല്ലറി എന്ത് വേണമെന്നാണ് കേട്ടോ കൺഫ്യൂഷൻ. ഞാൻ എന്തായാലും ഗോൾഡൻ വേണം വെച്ചിട്ടാണ്. കാരണം ഗോൾഡൻ വാച്ചും ആക്സസറിയും വെച്ച് പെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. സിൽവർ ആകുമ്പോൾ എൻ്റെ കയ്യിലത്തെ മൊത്തം സംഗതികൾ ലിമിറ്റഡ് ആവും. അപ്പോൾ പിന്നെ വാച്ചോ വളയൊക്കെ അതിനനുസരിച്ച് തപ്പാൻ നിൽക്കണ്ടേ. ഗോൾഡൻ ആകുമ്പോൾ കുഴപ്പമില്ല. ഇത് എനിക്കിഷ്ടമായി കേട്ടോ, ഈ ഒരു കമ്മൽ. മാല പിന്നെ ഇത് ഞാൻ ഇട്ടിട്ട് പോവാച്ചിട്ടാ. ഇത് ഗോൾഡാണ് കേട്ടോ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഗോൾഡാണോ എത്രയാണെന്ന്. ഞാൻ കുറച്ച് നാൾ മുമ്പ് കാണിച്ചു തന്നിട്ടില്ല. ഇത് എന്താ പറയുക, ഇപ്പോൾ ഈ 18 ക്യാരറ്റ് അങ്ങനത്തെ ഗോൾഡിൽ വരണതല്ലേ, അങ്ങനത്തെയാണ് കേട്ടോ. എത്ര രൂപയായി? 16,800 അങ്ങനെ ആണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇമ്മക്കുട്ടിക്ക് വേണ്ടി മേടിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാ, ഒരു ബേബി ബോയിന് വേണ്ടിയിട്ട്. അപ്പോൾ അവന് മേടിച്ചപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഇങ്ങനെ ഗോൾഡ് ഒന്നും അങ്ങനെ മേടിക്കാറേ ഇല്ല കേട്ടോ. അന്ന് കല്യാണത്തിന് അച്ഛൻ മേടിച്ചു തന്നത്, അച്ഛനും അമ്മയും മേടിച്ചു തന്നത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഗോൾഡ് മേടിക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മേടിച്ചു വയ്ക്കാം ഇമ്മക്കുട്ടിക്ക് എന്ന്. പക്ഷെ ഇമ്മക്കുട്ടിക്ക് ഗോൾഡ് ഇട്ട് കൊടുക്കാനൊരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇമ്മ പറഞ്ഞു അമ്മ ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. നല്ല മാലയാല. അത് ഈ കോളേജിൽ പോണ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓഫീസിൽ പോണവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. പൈസയും നമുക്ക് സാധാരണ സ്വർണം മേടിക്കുന്ന അത്ര ഇല്ലല്ലോ. ഇത് പ്യുവർ ഗോൾഡിലാണെങ്കിൽ ഇത് എത്ര രൂപയാവും? അത്യാവശ്യം പൈസയാവില്ലേ. ഇതിപ്പോൾ 16,000 17,000 രൂപേനെ നമ്മൾ മാസം മാസം കുറച്ച് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മാല മേടിക്കാമല്ലോ. എൻ്റെ കയ്യിൽ വേറൊരു മാലയും കൂടി ഉണ്ട്, മറ്റേ ഗോൾഡൻ. ഇത് തന്നെ അല്ല, റോസ് ഗോൾഡിൽ ഹാർട്ടൊക്കെ ആയിട്ട് ചെറിയൊരു ഡയമണ്ട് ഒരു സ്റ്റോണൊക്കെ ആയിട്ട്. അതെനിക്ക് അമ്മ മേടിച്ചെന്നാ. അതിന് 20,000 ഉണ്ടായിരുന്നു കേട്ടോ.
ഇങ്ങനത്തെ മേടിക്കുകയാണെങ്കിൽ നല്ല. അപ്പോൾ ഞാൻ ഇത് ഇടാച്ചിട്ടാ സാരിയുടെ ഒപ്പം, സ്ലീവ്ലെസ് ബ്ലൗസ് അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഈ കമ്മൽ വരുമ്പോഴും വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നെയിൽസ് വെച്ചു കേട്ടോ, ചെറിയ നെയിൽസ് ആണ് വെച്ചത്. എനിക്ക് വലുതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, നമുക്ക് ചെറുതും ഉണ്ട് വലുതും ഉണ്ട്, ഇഷ്ടമുള്ളത് നോക്കി മേടിക്കാം. നമുക്ക് നെയിൽ പോളിഷ് ഇടുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുറച്ചധികം നേരം മുക്കി വെച്ചിട്ട് ഒന്ന് പറിച്ചെടുത്താൽ മതി, പെട്ടെന്ന് വരും കേട്ടോ. ഒന്നില്ലെങ്കിൽ ഈ ഗ്ലൂ വെച്ച് ഒട്ടിക്കാം, ഇതിൻ്റെ കൂടെ തന്നെ വരണം, പക്ഷെ അത് പെട്ടെന്ന് പോകും. പകരം നമുക്ക് ഈ ഗ്ലൂ മേടിക്കുകയാണെങ്കിൽ 401 എന്ന് പറഞ്ഞിട്ട്, ഇത് എപ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, നല്ലതല്ല. ഞാൻ പിന്നെ എനിക്ക് നെയിൽ പോളിഷ് ഒട്ടിക്കാനുള്ള ഇടാനുള്ള മടി കാരണം ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ 2 ദിവസത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവിന്ന് വരണേക്കാട്ടിനും മുന്നേ പറിച്ച് കളയാലോ. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ കുഴപ്പമില്ല. എൻ്റെ സാധാരണ നഖത്തിനെക്കാട്ടിനും എന്തുകൊണ്ടും മെച്ചപ്പെട്ടതാന്ന് തോന്നുന്നു. പിന്നെ ഇമ്മൂന് അങ്ങനെ എന്റെ കൈ ഭംഗിയില്ല എന്നൊന്നും പറയണത് ഇഷ്ടമല്ല, അപ്പൊ ദേഷ്യം വരും. അപ്പൊ ഇത് ഞാൻ ലിങ്ക് ഇടാട്ടോ, ഇത് നല്ല ഓപ്ഷനാണ്, ചെക്ക് ചെയ്ത് നോക്കൂ. കാലിൽ ഞാൻ റെഡ് ആണ് കേട്ടോ വെച്ചിട്ടില്ല, കുറച്ചുകൂടി വലുതായിട്ടുള്ളതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പിന്നെ നീളം കുറച്ചതാണ് കേട്ടോ. ഓക്കെ ഓക്കെ, അങ്ങനെ ഇത് എന്റെ പെട്ടി പാക്കായ. എന്തൊരു ടയറിങ് ടാസ്ക് ആയിരുന്നു എന്നറിയോ. അപ്പൊ ഇതില് നമുക്ക് ഗോവയിൽ പോയിട്ട് ഇടേണ്ട, അതായത് ഗോവയിൽ അവിടെ ക്യാമ്പസിൽ പോയിട്ട് ഇടേണ്ട ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ. ക്യാഷ്വലായിട്ട് 1-2 ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അണ്ടർ ഗാർമെന്റ്സ് ആണ്. പിന്നെ ഇതാ ഒരു ഹീൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫങ്ഷൻ എടുക്കാനുള്ള ബാഗ്, പിന്നെ ഇതില് മേക്കപ്പും ആക്സസറീസും ഒക്കെ വെച്ചിട്ടുണ്ട്. മുടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായി, അത് ഓർത്തത്. അപ്പോൾ ഹെയർ ക്ലിപ്സും കൂടി വെക്കണം ഇതിൽ, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ ഒരു ദിവസം റിസോർട്ടിൽ താമസിക്കുന്നില്ലേ, അപ്പോൾ യൂസ് ചെയ്യാനുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് സെറ്റാണ്, എൻ്റെ എല്ലാം ആയിട്ടുണ്ട്. ഇമക്കുട്ടിയുടെ ബാഗിൽ നമ്മൾ സ്യൂട്ട് വെക്കാൻ മറന്നിട്ടുണ്ട്, അതും കൂടി ആയിക്കഴിഞ്ഞാൽ റെഡി. അപ്പോൾ ഇത് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. സാനിറ്റൈസർ, പിന്നെ സേഫ് ടോയ്ലറ്റ് ക്ലെൻസർ ഇല്ലേ, സാനിറ്റൈസർ സ്പ്രേ. എന്താ വെച്ചാൽ ട്രെയിനിലൊക്കെ അല്ലേ പോണേ, അപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഫേസ് വാഷ്, അങ്ങനത്തെ സാധനങ്ങൾ, ഡിയോഡ്രൻ്റ്, പെർഫ്യൂം, അങ്ങനത്തതെല്ലാം നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കാം. ഇത് ആമസോൺ അല്ല, ഇത് മിന്ത്രയിൽ നിന്ന് മേടിച്ച ബാഗാണ് കേട്ടോ. ഒരു രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ആ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്ന സമയമില്ലേ, ആ സമയത്ത് മേടിച്ചതാ. ഹായ് സുന്ദരി, അയ്യോ വെളിച്ചില്ലല്ലോ. ദേ അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തി, ധൃതി പിടിച്ച് റെഡിയായി വന്നു കേട്ടോ. എനിക്ക് ഒരു പണിയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി തീർച്ചിട്ട് വന്നിരുന്നത് എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഫോണിൽ ചെയ്യണം, അത് വീഡിയോ ഷൂട്ട്. ഇതൊക്കെ കൂടി താഴെ വീഴുന്നേ. അതിന് എന്നാ ഞങ്ങളൊന്ന് സെറ്റിലാവട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. രാജാവിന്റെ മോളെ മിടുക്കി തന്നെ ചന്ദ്രിക സോപ്പില് കുളിക്കത്തുള്ളൂ, രാജാവിന്റെ കാറിൽ കയറത്തുള്ളൂ. രാജാവിന്റെ കാറിന്റെ നമ്പറിന്റെ പേര് നമ്പർ എത്ര? 333 അതിനൊരു ഗായത്രി. റീല് നോക്കി പഠിച്ചതാ ടൈമക്കുട്ടി. പക്ഷെ ഒരു വാക്ക് മാറ്റിയിട്ടുണ്ട്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട് ഏട്ടാ പെട്ടി? എന്റെ പെട്ടി നീ ആരും എടുത്തിട്ട് പോവില്ലല്ലോ. ആർക്കെങ്കിലും എടുക്കണം തോന്നിയപ്പോൾ ഇത് കണ്ടെടുക്കാൻ സാധിക്കില്ല. നന്നായിട്ട് എനിക്ക് ഞാൻ ഇമ്മക്കുട്ടിയും കൂടി പടുത്തതാ. സ്റ്റിക്കർ മേടിച്ചു കൊടുത്താൽ തന്നെ. ഇമ്മൂന്റെ പെട്ടി കാണിക്കോ, അതിന് സ്റ്റിക്കറിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്വന്തം വന്ദേ ഭാരത് പോകണം. വന്ദേ ഭാരത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഒരു സീറ്റ് ഉള്ളത്. മേളിൽ ഒരു സീറ്റും താഴത്ത്, അതായത് സൈഡ് അപ്പറും ലോറും ആണ് നമുക്ക് ഉള്ളത്. പക്ഷേ എങ്ങനെ എന്ത് വേണമെന്ന് നമുക്കൊരു പിടുത്തില്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
കുട്ടിയെ ഒറ്റയ്ക്ക് കിടത്താനുള്ളൊരു ധൈര്യമില്ല. പക്ഷെ നമ്മുടെ കൂടെ കിടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇവിടെ പിന്നെയും കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇവയ്ക്ക് പിന്നെയും കിടന്നുറങ്ങാൻ പറ്റും തോന്നണം. പക്ഷെ ഇങ്ങനെ ചവിട്ടി തെറിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഉറക്കത്തിൽ ചവിട്ടും പിച്ചും മാന്തും കഴുത്ത് പിടിച്ച് ഞെക്കും. അതാണ് ഈ കഴുത്ത് പിടിച്ച് ഞെക്കാറില്ലേ? പണ്ട് ചെയ്യാറുണ്ടോ? പണ്ട് ചെയ്യാറുണ്ട്. ഏത് ബുക്കാണ് വായിക്കണേ? ഹിസ്റ്ററിയോ? ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഇരിക്കുന്നത് ഏട്ടന് ഭയങ്കര ഒരു ഒബ്സഷനാണ് കേട്ടോ. ആൾക്ക് ഇങ്ങനെ അതിങ്ങനെ വൃത്തിയിൽ ചുളിവുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നല്ല രസമായിട്ട് വിരിച്ച് ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറ്റി കിടത്തി കഴിഞ്ഞാൽ സമാധാനമാവുള്ളൂ. അപ്പോൾ ഞാനും ഉമ്മക്കുട്ടിയും കൂടിയിട്ട് ഈ ഭാഗത്ത് കിടന്നു കേട്ടോ. ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ലാസ്റ്റത്തെ ഭാഗം ആയതുകൊണ്ട് കൂപ്പ പോലെ അങ്ങനെ തോന്നി കേട്ടോ. ഫസ്റ്റ് AC ഉണ്ടാവില്ല, അങ്ങനെയല്ല, പക്ഷെ എന്നാലും അങ്ങനെ രസമായിട്ട് തോന്നിയത്. അപ്പോൾ ഞാനും ഉമ്മക്കുട്ടിയും കൂടെ കിടന്നുറങ്ങാണ്. ഇവിടെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഏട്ടൻ അപ്പോൾ താഴെ കിടക്കാം. മുകളിൽ ഒരു ബർത്ത് അപ്പോൾ ഫ്രീ ഉണ്ട്. രാവിലെ നേരത്തെ ആകുമ്പോൾ ഏട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് അവിടെ തന്നെ വന്ന് കിടക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി. കുറച്ച് സ്ഥലത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും ഇമ്മക്കുട്ടിയും കൂടെ അതിൽ തിങ്ങി നിരങ്ങിയല്ലേ കിടന്നത്. പക്ഷെ എന്നാലും ഞാൻ അത്യാവശ്യം ഉറങ്ങി. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരാളുമാണ്, നന്നായി ഉറങ്ങുന്ന ആളാണ്. അയ്യോ ടച്ചൂട്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ അപ്പോഴാണ് ഞങ്ങൾ നോക്കിയപ്പോൾ ഇമ്മൂൻ്റെ പെട്ടി തുറക്കുന്നില്ല കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ അവിടെ വഴിയിൽ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പെട്ടി ഇതേപോലെ സ്റ്റക്കായിട്ട് ശരിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് ശരിയാക്കേണ്ടി വന്നില്ല കേട്ടോ. അവിടെ ഒരാളുടെ പെട്ടി കേടുണ്ടായിരുന്നു. ആള് തന്നെ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ശരിയായി. നന്നാക്കാൻ കൊടുക്കേണ്ടി വന്നില്ല. അതൊരു ഭാഗ്യമായി. അല്ലെങ്കിൽ പിന്നെ അത് പൊളിക്കേണ്ടിയൊക്കെ വന്നേനെ. എന്നിട്ട് ഇതേ നമ്മൾ വണ്ടി അവിടെ ഉണ്ട്, വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം വരാറുള്ള ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ തന്നെ വന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ആളെ കാണുന്നത്. 1 വർഷത്തിന് ശേഷമാണ് ആ ചേട്ടനെ, ഡ്രൈവർ ചേട്ടനെ കാണുന്നത്. നല്ല മഴയാണ് കേട്ടോ അവിടെ ഇപ്പോൾ. മഴ കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് എപ്പോഴും മഴ ഉണ്ടാവും. കൂടുതലും ഇങ്ങനെ പെയ്തോണ്ടിരിക്കും. അല്ല ഭയങ്കര നമ്മുടെ അവിടെ പോലുള്ള വലിയ വലിയ മരത്തുള്ളികളായിട്ട് പെയ്യണത് വളരെ കുറവാണ്. പക്ഷെ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ, വൈകിട്ട് രാത്രി ഉണ്ടാവും കേട്ടോ. ഫുൾ ഇങ്ങനെ ഈ മാസം ജൂലൈ മന്ത്, ഓഗസ്റ്റ് ഒക്കെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും. നീല വരുമ്പോ കാണുന്നതല്ലേ അല്ലേ ഇത്? അല്ലേ? ഞാൻ പൂരിയാണ് കേട്ടോ പറഞ്ഞത്. പൂരിയും പിന്നെ ഉരുളക്കിഴങ്ങ് കറി. അവിടുത്തെ ഉരുളക്കിഴങ്ങ് കറി നല്ല രസമാണ്. അതിലിങ്ങനെ എന്തോ കടല പോലത്തെ ഒരു സാധനം, അല്ല പീസും ഉരുളക്കിഴങ്ങ് ചെറുതായി നുറുക്കിയിട്ടുള്ളതും അങ്ങനെ ഒരു കറിയാണ്. നല്ല രസമാണ് കേട്ടോ. ഇമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലടാ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബൺസ് ഓർഡർ ചെയ്തത്, മൈസൂർ ബൺസ്, ഒരു സ്വീറ്റ് ബണ്ണില്ല അതൊരെണ്ണം, പിന്നെ ഇഡ്ഡലിയും. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ നമ്മൾ റൂമിലെത്തി, കുളിച്ച് ഫ്രഷ് ആയിട്ടോ. ഏട്ടൻ ഇവിടേക്ക് പോയിരിക്കുകയാണ്, കോളേജിലേക്ക് പോയിരിക്കുക. ഞങ്ങൾ പോയില്ല, നമ്മൾ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട്. ഏട്ടൻ പോയിട്ട് ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് വരും. കൺവൊക്കേഷന്റെ കിറ്റ് ഉണ്ട് കേട്ടോ, അത് കളക്ട് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. എന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതെ, ഫ്രണ്ട്സിനെ കാണാനൊക്കെ ഇറങ്ങും. അപ്പൊ ഇപ്പൊ എനിക്ക് കുറച്ച് പണിയുണ്ട്, അതൊക്കെ ചെയ്യാൻ വെച്ചിട്ടാ. എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഫോണിൽ തന്നെ കുറച്ച് സമയം എടുക്കും എനിക്ക് ഫോണിൽ എഡിറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ മുന്നൊന്നും തീരെ ചെയ്യാറില്ല, കഴുത്ത് വേദന കാരണം. ഇപ്പൊ ഞാൻ ജിമ്മിൽ പോയിട്ട് എന്റെ മസിലൊക്കെ വന്നിട്ടില്ലേ, അതുപോലെ മസിലൊക്കെ ഇവിടെ വന്നപ്പോ ഇത്തിരി സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഫോണിൽ മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതെ, അപ്പൊ വാട്ടർ ബോട്ടിലല്ല നമുക്ക് അച്ഛന്, നമുക്കല്ല അച്ഛനാന്ന് കേട്ടോ. നല്ല പുതിയ ഇതിന്റെ മണം, പേപ്പറിന്റെയോ ബുക്കിന്റെയോ എന്താ അറിയില്ല, നല്ല മണം. കുഞ്ഞു മണത്ത് നോക്കടാ. ഓ, ജലദോഷം പിടിച്ചല്ലേ? ലഞ്ച് കൂപ്പണും അല്ലേ, എൻട്രി പാസുകളാണ് കേട്ടോ നമുക്കുള്ളത്. പിന്നെ എടുത്തോക്കണം.
ഓ Which Pilani notebook? Which Pilani notebook? Which Pilani sticker? Which Pilani keychain? പിന്നെ പെൻ. ബുക്സിന്റെ പേന. സന്തോഷായില്ലേ? ഈ ഏട്ടനും മര്യാദക്ക് സന്തോഷിച്ച് കാണിക്കില്ല. സന്തോഷിക്ക് കുഞ്ഞു ഇക്കിളിയാക്ക അച്ഛന്. അച്ഛൻ സന്തോഷിക്കട്ടെ. Are you happy, Ganna? Yes. പിന്നെ ഇനിയാണ് പ്രധാനപ്പെട്ട സാധനം. കൺവൊക്കേഷൻ ഗൗൺ. ഓ ഇത് റെഡ് ആണോ? ബ്ലൂ അല്ലേ പതിവ്? റെഡ്, ബിടെക്കിന് റെഡും ബ്ലാക്ക് ഹാറ്റും. അല്ല സോറി, അങ്ങനെയാണ്. ബ്ലൂ പാർക്കാ? ബ്ലൂ അല്ല, പിന്നെ യെല്ലോ ആണ്. Topi has a തൊപ്പി താതാ സിസ്റ്റർ തൊപ്പി. വെക്കൂ. അയ്യോടാ അയ്യോടാ അയ്യോടാ. ഇവക്കുട്ടി ഓൾറെഡി ഇതിന്റെ PhD ഗ്രാജുവേറ്റ് ആയല്ലേ? I haven't even. നൈസ്. അടിപൊളിയാട്ടാ. ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട്. ആ എടുക്കാട്ടോ, ബാൽക്കണിന്ന് എടുക്കാല്ലേ? I second I want to do something. ആ Ammu didn't pass the degree as a YouTuber, so Ammu went as the. ഓ യൂട്യൂബ് ഡിഗ്രി ഇല്ലാത്ത കാരണം. You look like you went bald. ഫുഡ് വന്നേ. ഇത് ചീസ്. അമ്മ എന്താ പറഞ്ഞ? Butter, paneer. എന്റെ പനീർ പൊറാട്ട വന്ന്. ഏട്ടനെന്താ? ബിരിയാണി. കഴിക്കാം. ഞാൻ ഇവിടുത്തെ ബാൽക്കണി ഒന്ന് എന്ത് രസാലേ, എന്ത് രസാ. ഞാൻ ഇങ്ങനെ എന്നോട് പറയായിരുന്നു, ഗോവ ഇസ് ഗോവ. നമ്മുടെ നാടിന്റെ Version of Kerala. അങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ അവിടെ ഇപ്പം തൃശ്ശൂരൊക്കെ ആണെങ്കിലും ഇമാരി പച്ചപ്പ്, അതായത് വിദൂരതയിലേക്ക് ഒരു പച്ചപ്പ് കാണാനായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ പാടാം. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇപ്പൊ നമ്മളും അതന്നെ ഉദ്ദേശിക്കണേ, വീട് വെച്ച് സ്ഥലം കുറവല്ലേ, കുറച്ചുള്ളിലോട്ട് പോയാലല്ലേ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഗോവ അങ്ങനെയല്ല, അത്രയും ആയിട്ടില്ല. ഭയങ്കര രസമാണ് ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഷീറ്റ് മാസ്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമസോണിൽ നിന്ന് നമുക്കൊരു കെട്ട് ഷീറ്റ് മാസ്ക് ആയിട്ട് 10 സെറ്റായിട്ടൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 കൂടി ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ടിരുന്ന ഏട്ടന് കുറച്ച് നേരം എന്തായാലും കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ കിടന്ന് ഞാൻ ആ സമയത്ത് എഡിറ്റൊക്കെ ചെയ്തു. ഇമ്മക്കുട്ടി ഇരുന്ന് വായിച്ച് ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടെ അബിയുടെ വീട്ടിലേക്ക് പോവാണ്. എൽസി അവിടേക്ക് വരും. അപ്പോൾ ഇമ്മും അബി എൽസി ഒക്കെ കൂടി കളിച്ച് കഴിഞ്ഞാൽ ഞാനും അവിടെ തന്നെ ഇരിക്കും. ഏട്ടൻ അവിടെ റിഹേഴ്സലുണ്ട്. അപ്പോൾ അതേ ഓർഡറിലൊക്കെ വേണം നാളെ വരാൻ. അപ്പോൾ എല്ലാവരോടും ഇന്ന് എത്ര നിർബന്ധമാണ് കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇമ്മയും അബിയും എൽസിയൊക്കെ കൂടി കളിയൊക്കെ തുടങ്ങി. അല്ലെങ്കിൽ ഹാപ്പി We played Heyo. ഹേയോ അങ്ങനെ എന്തോ കളിച്ചു എന്നൊക്കെ പറയണ്ട. ഓടി നടന്നൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കളിക്കാനായിട്ട്. അങ്ങനെ കളിച്ച് സ്റ്റോറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യോ? ശരി കേട്ടോ. പിന്നെ 3 നേരം പിടിച്ചിരുത്തി ഞങ്ങൾ ഫോട്ടോ എടുക്കണം എല്ലാ തവണയും. അത് 3 ആൾക്കും ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച് ഫോട്ടോ എടുപ്പിക്കും കേട്ടോ 3 ആളുടെ. ഇതുണ്ടല്ലോ നമ്മൾ മിന്ത്രയിൽ നിന്ന് മേടിച്ച ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. നല്ല രസമില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. രസമുണ്ടോ? താങ്ക് യു. അപ്പൊ നീ നമ്മള് ക്യാമ്പസിൽ പോയി. ഞങ്ങള് അബിക്കുട്ടന്റെ എൽസയുടെ ഒപ്പമായിരുന്നു. ഏട്ടൻ പോയി ഡ്രസ്സൊക്കെ റിഹേഴ്സലൊക്കെ ചെയ്തു. മറ്റേ ഇങ്ങനെ ഓർഡറിൽ പോയിട്ട് ഇങ്ങനെ മേടിക്കണതൊക്കെ അല്ലേ, അതൊക്കെ ചെയ്തു. എന്താ തോന്നിയേ? ടയേർഡ് ഫുള്ളി ഇരുന്നല്ലോ, ഫംഗ്ഷൻ ഇരുന്നല്ലോ. ആദ്യമായിട്ട് ആ കൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ. ഇതുവരെ എനിക്ക് കൺവൊക്കേഷൻ ഡ്യൂട്ടി ഒന്നും കിട്ടിയിട്ടില്ല. എപ്പോഴും അഡ്മിഷൻ ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഡ്യൂട്ടി ഒക്കെ കിട്ടാറ്.
അഡ്മിഷൻ ഡ്യൂട്ടി അല്ലേ സ്ഥിരം കിട്ടാറ്? അഡ്മിഷൻ ഡ്യൂട്ടി എപ്പോഴും കിട്ടാറ്. എൻ്റെ കൺവൊക്കേഷൻ ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന കൺവൊക്കേഷൻ. ഇമു അവിടുന്ന് വരണേന് കരച്ചിലായിരുന്നു കേട്ടോ. പക്ഷെ നാളെ പോവാലോ. ഓ ഉറക്കം വരുന്നുണ്ടോ? ഓ ഇപ്പൊ എനിക്ക് ആന കയറിപ്പോയിനെ. അപ്പൊ നമ്മള് സബ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത് വന്ന് കഴിച്ച് വേഗം കിടക്കാം. നാളെ രാവിലെ നേരത്തെ ഇറങ്ങണം. 8:30 ഇറങ്ങണം. 9 മണിക്കാണ് എന്റെ കൺവൊക്കേഷൻ. അപ്പോ ഏട്ടൻ PhD കൺവൊക്കേഷൻ ആയതുകൊണ്ട് ഗൈസ് സ്റ്റോപ്പ്. PhD കൺവൊക്കേഷൻ ആയതുകൊണ്ട് നേരത്തെയാണ്, ആദ്യമേ തന്നെ ഉണ്ടാവും. ഏട്ടന്റെ നമ്പർ എത്രയാ? 24 ആണ്. അപ്പൊ എന്തായാലും നമുക്ക് വൈകാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പരിപാടി മൊത്തത്തിൽ തീരുമ്പോ ഒരു 2.5-3 മണിക്കൂറാവും. അതുവരെ ഞങ്ങൾ പോസ്റ്റ് ആയിട്ടിരിക്കണോ എന്നുള്ളതിലാണ് ഞങ്ങളുടെ സംശയം. എന്താ വേണ്ടേന്ന് തീരുമാനിച്ചില്ല. സമയെടുക്കും. ഓക്കെ നോക്കാം. നമുക്ക് അബിക്കുട്ടന്റെ അടുത്തേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ സബ്ബാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സുരാജ് വെഞ്ഞാറമ്മൂണ്ട് പുതിയൊരു സീരീസ് ഇറങ്ങിയിട്ടില്ലേ, 4-5 കല്യാണം കഴിക്കണത്. അതിൻ്റെ ഒരു സീനുണ്ട് ഗ്രേസിൻ്റെ, അതിപ്പോൾ റീലിൽ ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ 3 പേരുടെയും സബ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇമയുടെ സബ് ഇമയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മാറ്റി മറിച്ച് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞു ഇമ്മൂനെ വേഗം പിടിച്ച് ഉറക്കാച്ചിട്ടാണ്. വേഗം അങ്ങനെ വായിച്ച് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ ഇമ്മുക്കുട്ടി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൺ വെച്ച് നോക്കിയതാണ്. നാളെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴേ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ പെട്ടെന്ന് ചെയ്യാമല്ലോ, അധികം സമയമില്ലല്ലോ. നാളെ നേരത്തെ എനിക്ക് വേഗം റെഡിയായി പോകണമല്ലോ. അപ്പോൾ ഈ ഒരു ആംഗിൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നതോട് വെളിച്ചൊക്കെ ഒത്തിരി കുറവാണ്. പക്ഷെ എന്നാലും ഏകദേശമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ലിനേജിൻ്റെ ലിപ് മാസ്കാണ് കേട്ടോ ഇത് ഇട്ടിട്ടുണ്ട്. നാളേക്ക് ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ അങ്ങനെ നമുക്കൊരു അടിപൊളി ദിവസമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ബൈ ബൈ.